മൈലേജിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് വരും. 1 ഇയർ കൊണ്ട് നമുക്ക് ഫ്യൂൽ ചെക്കിന് അല്ലെങ്കിൽ ഫ്യൂൽ ചെക്കിന് ഒരു കംപ്ലൈന്റ് വരേണ്ട കേസിന് ഒരു 2 months 3 months കൂടുമ്പോൾ നമ്മൾ റെഗുലർ ചെയ്യേണ്ടി വരും. മൈലേജ് ശകലം കുറവുണ്ട്. നമ്മൾ അടിച്ചതിന് മുമ്പ് അടിക്കുന്നത് ഇപ്പോഴത്തെ അടിക്കാൻ നേരത്ത് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ നിന്നുള്ള സാധനം ടാക്സ് കാര്യങ്ങളും എടുത്തിട്ട് നമുക്കൊരു യൂസ് ഇല്ലാണ്ടൊരു കാര്യം വരുന്നതിൽ കുറച്ച് സങ്കടമുണ്ട്. കേന്ദ്രത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് അറിയുകയും ഒരു വ്യക്തമായൊരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ബെനിഫിറ്റ് ആണോന്ന് കസ്റ്റമേഴ്സിന് കരുതണമെങ്കിൽ നമുക്ക് അത്ര എമൗണ്ട് കുറഞ്ഞു കിട്ടണം. E20 പെട്രോളിന് നോർമൽ പെട്രോളിൻ്റെ ഓൾമോസ്റ്റ് സെയിം റേറ്റിനാണ് നമ്മൾ വാങ്ങുന്നത്. 112 113 രൂപയ്ക്കാണ് നമുക്ക് നോർമലി ഇപ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങുന്നത്. അത് E20 ആണ്. ഒരു വർഷത്തിലധികമായി നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് 20% എഥനോൾ അടങ്ങിയിട്ടുള്ള E20 പെട്രോൾ ആണ്. വാഹനത്തിന്റെ മൈലേജിനെയും മറ്റും ഇത് സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഉപഭോക്താക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത തരത്തിൽ കുരുക്കിലായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഉപഭോക്താക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. നോർമലി ഇപ്പം E20 പെട്രോൾ യൂസ് ചെയ്തതിനു ശേഷം വരുന്ന മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ വണ്ടികളാണെങ്കിൽ കാർബറേറ്റർ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓൾറെഡി നമുക്ക് ഈ പറയുന്ന വണ്ടികളെല്ലാം ഇപ്പോൾ FA ആണെങ്കിലും ഫ്യൂൽ ഇഞ്ചക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ കാർബറേറ്റർ വണ്ടിയിൽ കാർബ് ആണെന്നെങ്കിലും റെഗുലറായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന കേസസ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ലോങ് ടേം യൂസേഴ്സിന് കംപ്ലൈൻറ്റ് വരുന്നതാണ്. അപ്പം E20 യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കംപ്ലൈൻറ്റ് വരാനുള്ള ഈ പീരിയോഡിക് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ, ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് നമ്മളിപ്പം കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട അടുത്ത് 2 മാസം 1.5 മാസം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് നോർമലി E20 പെട്രോൾസ് യൂസ് ചെയ്യുന്ന വണ്ടികളിൽ ഇത് ദ്രവിച്ച് പോകാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ 1 ഇയർ കൊണ്ട് നമുക്ക് ഫ്യൂൽ ചെക്കിന് അല്ലെങ്കിൽ ഫ്യൂൽ ചെക്കിന് ഒരു കംപ്ലൈൻറ്റ് വരേണ്ട കേസിന് ഒരു 2 months 3 months കൂടുമ്പോൾ നമ്മൾ റെഗുലർ ചെയ്യേണ്ടി വരും. അടുത്തത് ഇപ്പോൾ ഈ 85 ആവുന്ന സമയത്ത് ഈ ഇഷ്യൂസ് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഇത് 2000 മോഡൽ പഴയ ബലെനോ ആണ്. അപ്പോൾ സെഡാൻ വേർഷനും കൊണ്ട് ആയതുകൊണ്ട് മാത്രം ഇപ്പോൾ പഴയതിൽ റബ്ബറൈസ്ഡ് ട്യൂബ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, വാഷേഴ്സ് ഒക്കെ. അത് ഹാർഡനായി പോയിട്ട് പലയിടത്ത് ലീക്കും സീൽ പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൈലേജ് ശകലം കുറവുണ്ട്. നമ്മൾ അടിച്ചതിന് മുമ്പ് അടിക്കുന്നത് ഇപ്പോഴത്തെ അടിക്കാൻ നേരത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരുമാതിരി വണ്ടിക്കും കേടാണ്. അപ്പം നമ്മൾ കാശ് കൊടുത്ത് ഇല്ലാത്ത കാശ് കൊടുത്ത് അത് മറ്റേ ലോണിൻ്റെ ഒക്കെയാണ് എടുക്കുന്നത്. പാവപ്പെട്ടവർ നമ്മളൊക്കെ ഇതൊക്കെയാണ്. ഇല്ലാത്ത പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ നമ്മളെ വണ്ടി തൊലയും. അതായത് എൻ്റെ ഒരു കാറുണ്ടായിരുന്നു, 2016 മുമ്പുള്ളതാണ്. അപ്പോൾ ഞാൻ മണ്ണന്തല കൊണ്ടുവന്ന് കൊടുത്തു. അതിൻ്റെ പമ്പ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ 1-2 കാറുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അത് പ്രശ്നം തന്നെയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എത്തനോള് വെള്ളത്തിനെ പല രീതിയിലും വലിച്ചെടുക്കുന്നൊരു ടെൻഡൻസി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലാണെങ്കിലും ഡെപ്പോസിറ്റ് ഇപ്പോൾ ഈ ബൈക്കിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഞാനിതൊരു തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ബൈ ചാൻസിന് വല്ല സർവീസും വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് കാണും. പിന്നെ നമ്മളിപ്പോൾ E20 അല്ലെങ്കിൽ ഇപ്പോൾ E85 സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണോന്ന് കസ്റ്റമേഴ്സിന് കരുതണമെങ്കിൽ നമുക്ക് അത്ര എമൗണ്ട് കുറഞ്ഞു കിട്ടണം. E20 പെട്രോളിന് നോർമൽ പെട്രോളിൻ്റെ ഓൾമോസ്റ്റ് സെയിം റേറ്റിനാണ് നമ്മൾ വാങ്ങുന്നത്. 112 113 രൂപയ്ക്കാണ് നമുക്ക് നോർമലി ഇപ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങുന്നത്. അത് E20 ആണ്. പിന്നെ അത് E85 ആകുമ്പം ഇപ്പോൾ കേന്ദ്രം പറയുന്നത് വെച്ചിട്ട് 86 രൂപ ആവുമെന്നാണ് പറയുന്നത്. 86 രൂപയ്ക്ക് നമ്മൾ 85% ഈ എത്തനോളുള്ള ഒരു പെട്രോൾ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതിൽ ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യുവർ പെട്രോളാണ് യൂസ് ചെയ്യാൻ, സ്പീഡ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിന് 160 രൂപ 170 രൂപയാണ്. നമ്മൾ നോർമൽ പെട്രോളിന് 160 രൂപ എടുത്തിട്ട് അത് പർച്ചേസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. എത്രയൊക്കെ നമ്മളിതിനെക്കുറിച്ച് ഒരു പ്രതികരിച്ചു കഴിഞ്ഞാലും ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് കേന്ദ്രത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് അറിയുകയും ഒരു വ്യക്തമായൊരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ കേന്ദ്രത്തിലുള്ളവർ ഇപ്പോഴും മനസ്സിലാക്കുന്നതിന് പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഇപ്പോഴും വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്.